നമസ്കാരം. V9 ന്യൂസിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്ന Spinner Pipes, manufacturers of HDPE and PVC pipes. Think irrigation, think Spinner. രാഹുൽ ടൈൽസ് ആൻഡ് സാനിറ്ററീസ്, കോവിലകത്തുംപാടം, കേരള ബാങ്കിന് മുൻവശം, തൃശൂർ. മലയാള സിനിമയുടെ അമ്മ നടി കവിയൂർ പൊന്നമ്മ അന്തരിച്ചു. അന്ത്യം കൊച്ചിയിലെ സ്വകാര്യ ആശുപത്രിയിൽ വെച്ച 79 വയസ്സായിരുന്നു പൊന്നമ്മയ്ക്ക്. 4 തവണ മികച്ച സഹനടിക്കുള്ള സംസ്ഥാന ചലച്ചിത്ര അവാർഡ് കരസ്ഥമാക്കി. 700-ലധികം മലയാള ചിത്രങ്ങളിൽ വേഷമിട്ടു. 65 വർഷക്കാലം മലയാള സിനിമയിൽ തന്റേതായ ഇടം കണ്ടെത്തിയ നടി സിനിമയിലെത്തിയത് നാടകത്തിലൂടെ. 1945 സെപ്റ്റംബർ 10 പത്തനംതിട്ടയിലെ കവിയൂരിലായിരുന്നു ജനനം. പൂരങ്ങളുടെ പൂരമായ തൃശൂർ പൂരം കലക്കിയതുമായി ബന്ധപ്പെട്ട് സർക്കാർ പ്രതിക്കൂട്ടിൽ. മുഖ്യമന്ത്രി പ്രഖ്യാപിച്ച അന്വേഷണം നടന്നിട്ടില്ലെന്ന് വിവരാവകാശ രേഖ. അന്വേഷണത്തെക്കുറിച്ച് തങ്ങൾക്കറിയില്ലെന്ന് ജില്ലാ പോലീസ്. അന്വേഷണ റിപ്പോർട്ട് ആവശ്യപ്പെട്ട CPI നേതാവ് VS സുനിൽകുമാർ. ആഭ്യന്തര വകുപ്പിന് മുൻമന്ത്രി വിവരാവകാശ അപേക്ഷ സമർപ്പിച്ചു. പൂരം കലക്കിയതിന് പിന്നിൽ വലിയ ഗൂഢാലോചന നടന്നതായി സുനിൽകുമാർ. CBI അന്വേഷണം നടത്തണമെന്ന പാറമേക്കാവ് ദേവസ്വം അന്വേഷണം ഇഴഞ്ഞു നീക്കുന്നതിൽ ശക്തമായ പ്രതിഷേധവുമായി കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി. അന്വേഷണം അടുത്ത പൂരം വരെ നീട്ടരുതെന്നും ആവശ്യം. കലക്കിയത് മുഖ്യമന്ത്രി എന്ന് തെളിഞ്ഞതായി K മുരളീധരൻ. ഒരു പഞ്ചായത്ത് ഒരു കളിക്കളം പദ്ധതി 1 കോടി രൂപ ചിലവഴിച്ച് നടത്തുന്ന വടക്കാഞ്ചേരി ഗവൺമെന്റ് ബോയ്സ് ഹൈസ്കൂൾ ഗ്രൗണ്ട് നിർമ്മാണം വൻ വിവാദത്തിൽ. ജനങ്ങളെ ദ്രോഹിക്കുന്ന പ്രവർത്തനമെന്ന് കോൺഗ്രസ്. വടക്കാഞ്ചേരി പുഴ നവീകരിച്ച് ജലമൊഴുക്ക് സുഗമമാക്കി ഗ്രൗണ്ട് നവീകരിക്കണമെന്നാവശ്യപ്പെട്ട് കൗൺസിലർമാർ പ്രവർത്തനം തടഞ്ഞു. PN വൈശാഖ, സന്ധ്യ കൊടക്കാടത്ത് എന്നിവരെ അറസ്റ്റ് ചെയ്ത് നീക്കി പോലീസ്. നഗരത്തിൽ പ്രതിഷേധ പ്രകടനം നടത്തി കോൺഗ്രസ്. ഗ്രൗണ്ട് നവീകരണ പ്രവർത്തനം തടയാനുള്ള ശ്രമം നാടിന്റെ വികസനം അട്ടിമറിക്കാനാണെന്ന നഗരസഭാ ചെയർമാൻ PN സുരേന്ദ്രൻ. പ്രവർത്തനം നടക്കുന്നത് ജനകീയ പിന്തുണയോടെ. കോൺഗ്രസ് നിലപാട് നാടിന് ഭൂഷണമല്ലെന്ന PN സുരേന്ദ്രൻ. MLAയും ചെയർമാനും ജനങ്ങളെ വെല്ലുവിളിക്കുകയാണെന്ന് നഗരസഭാ കൗൺസിലർ K അജിത് കുമാർ. നടക്കുന്നത് അശാസ്ത്രീയ പ്രവർത്തനം. മേഖലയിലെ ജനങ്ങളെ വെള്ളത്തിൽ മുക്കുമെന്ന ആരോപണം. സ്വകാര്യ ഭൂമിയിൽ മൊബൈൽ ടവർ സ്ഥാപിക്കുന്നതിനും ടെലികോം ലൈനുകൾ വലിക്കുന്നതിനും പ്രത്യേക സാഹചര്യത്തിൽ സ്ഥല ഉടമയുടെ അനുമതി വേണ്ട. പൊതു താൽപര്യത്തിന് അനിവാര്യമെന്ന് ബോധ്യപ്പെട്ടാൽ സ്ഥല ഉടമ വിസമ്മതിച്ചാലും ജില്ലാ കളക്ടർ വഴി അനുമതി തേടാമെന്ന് പുതിയ നിയമം. 5G അടക്കമുള്ള ആധുനിക സംവിധാനങ്ങളിലേക്ക് അതിവേഗം കുതിക്കാൻ പുത്തൻ നയം. വയനാട് ദുരന്ത പശ്ചാത്തലത്തിൽ തയ്യാറാക്കിയ കണക്കുകളിൽ ചിലവ് പെരുപ്പിച്ചു കാണിച്ചുവെന്ന പ്രചരണം അവാസ്തവമെന്ന റവന്യൂ മന്ത്രി K രാജൻ. കേരളത്തിന് ഒരു പണവും കേന്ദ്ര സർക്കാർ നൽകിയില്ലെന്നും ആരോപണം. തൃശൂർ പൂരം അലങ്കോലമായ വിഷയത്തിൽ അട്ടിമറി നടന്നോ എന്ന കാര്യത്തിൽ സമഗ്ര അന്വേഷണം നടത്തുമെന്നും റവന്യൂ മന്ത്രി. വടക്കാഞ്ചേരി നഗരസഭയിലെ സ്കൂളുകളിൽ ജൈവമാലിന്യ സംസ്കരണത്തിന് തുമ്പൂർ മുഴി മോഡൽ എയറോബിക് കമ്പോസ്റ്റ് യൂണിറ്റുകൾ. നഗരസഭാ പരിധിയിലെ 13 സ്കൂളുകളിലേക്കാണ് യൂണിറ്റ് നിർമ്മാണം. പ്രാരംഭ നടപടികൾക്ക് തുടക്കം. ചെയർമാൻ PN സുരേന്ദ്രൻ ശിലാസ്ഥാപന കർമ്മം നിർവഹിച്ചു. സംസ്ഥാനത്തെ 71 മേഖലകളിൽ 25 സെന്റ് ഭൂമി വരെ സൗജന്യ തരംമാറ്റത്തിന് വഴിയൊരുങ്ങുന്നു. ജില്ലാ കളക്ടർമാരുടെ നേതൃത്വത്തിൽ നടത്തുന്ന അദാലത്തിലൂടെ പ്രശ്നപരിഹാരം ഉറപ്പാക്കുമെന്ന് റവന്യൂ മന്ത്രി K രാജൻ. ഒല്ലൂർ ഉൾപ്പെടെ സംസ്ഥാനത്തെ വിവിധ 26 വില്ലേജുകൾ കൂടി സ്മാർട്ടാകുന്നു. 3 വർഷം കൊണ്ട് 1,80,877 പട്ടയങ്ങൾ വിതരണം ചെയ്തതായും മന്ത്രി. വിയ്യൂർ അതിസുരക്ഷാ ജയിലിൽ തടവുകാരനെ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തി. ഇരിങ്ങാലക്കുട സ്വദേശി 45-കാരൻ സജീവന്റെ മൃതദേഹമാണ് കണ്ടെത്തിയത്. ജയിൽ കോമ്പൗണ്ടിലെ മാവിലായിരുന്നു മൃതദേഹം. തൃശൂർ റെയിൽവേ സ്റ്റേഷന് സമീപം 50 വയസ്സുകാരനെ മരിച്ച നിലയിൽ കണ്ടെത്തി. എരിവിന്റെ രാജാവ് കുഞ്ഞൻ താരം കാന്താരി മുളക് വില കുതിക്കുന്നു. കിലോയ്ക്ക് 600 രൂപയും പിന്നിട്ട് വില കുതിപ്പ. കാന്താരിയുടെ ലഭ്യത കുറഞ്ഞതാണ് വിലക്കുതിപ്പിന് കാരണം. മുൻകാല റെക്കോർഡ് വില 1000 രൂപ.